നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ മാഡം എന്തുപറ്റി? ഒന്നുമില്ല മോളെ. സാധാരണ വരുന്ന സമയമായിട്ടും മോള് വരാതിരുന്നപ്പോ എന്തോ ഒരു പേടി പോലെ ഉള്ളില്. ഇതേ എന്റെ അമ്മയുടെ പേടിയാ. എന്റെ യശോദാമ്മ ഇങ്ങനെയാ. ചില നേരത്ത് എന്നെ കാത്തിരുന്നിട്ട് ഞാൻ അടുത്തേക്ക് എത്തുമ്പോ ആദ്യമായിട്ട് എന്നെ കാണുന്ന പോലെ എന്നെ ചേർത്ത് പിടിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യും. അതിഷ്ടമുണ്ടല്ലേ? ഫിദ മാഡം മോളുടെ അമ്മ എന്നല്ലേ? ഇറങ്ങാൻ തുടങ്ങുമ്പോ കുറെ തടസ്സങ്ങളുണ്ടായി. എന്നോട് കണിമംഗലത്തെ മുത്തശ്ശിയാ പറഞ്ഞത്, വേണമെങ്കിൽ ഇന്നത്തെ ദിവസം ലീവ് എടുത്തോളാം. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു ചോദിച്ചത്. മോൾക്ക് നിർബന്ധമാണെങ്കിൽ തിരിച്ചു പൊയ്ക്കോ. ഞങ്ങൾ യാത്ര ക്യാൻസൽ ചെയ്തോളാം. അയ്യോ, അതെന്തിനാ? അതൊന്നും വേണ്ട. ഇനിയിപ്പോ ഞാൻ നോക്കിക്കോളാം. ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം. അത്രയും ഇമ്പോർട്ടന്റ് ആയ കാര്യം ആയതുകൊണ്ട്. മാഡം പോയിക്കോളൂ. ഇവിടുത്തെ കാര്യമൊന്നും ഓർത്ത് പേടിക്കണ്ട. ഈ ദുശകനങ്ങളൊക്കെ കാണുമ്പോ മനസ്സിന് വല്ലാതെ ടെൻഷനാവും. പക്ഷെ ഫിദ മാഡത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ അതൊരൊറ്റ പോക്ക് അങ്ങോട്ട് പോയി. അതാണ് അമ്മ. പേടിച്ച നമ്മൾ ആദ്യം വിളിക്കുന്ന അമ്മയെന്നല്ലേ? അതങ്ങനെ വരൂ. ഒന്നിലും എന്റെ മോളെ പേടിക്കണ്ട കേട്ടോ. അമ്മ കൂടെ ഉണ്ട്. അമ്മയ്ക്കും മകൾക്കും ഇടയിൽ ഒരു കറുത്ത വസ്ത്രമുണ്ട്. അതായത് രാധിക സ്വന്തം മകളാണെന്ന് ശ്യാമയ്ക്കറിയാം. പക്ഷേ തന്റെ മുമ്പിൽ നിൽക്കുന്നത് ശ്യാമയാണെന്നും ആ ശ്യാമ തന്റെ അമ്മയാണെന്നും രാധികയ്ക്കറിയില്ല. ഇത്രയും നാള് കാത്തിരുന്നിട്ടും സ്വന്തം മകൾ അടുത്തെത്തിയിട്ടും എന്തുകൊണ്ടായിരിക്കും ശ്യാമ മാഡം ഇങ്ങനൊരു മാർഗം സ്വീകരിക്കുന്നത്? പേടി തന്നെ. ശ്യാമയുടെ മകളാണ് രാധികയെന്ന് പുറത്തറിഞ്ഞ ഭീഷണികൾ ഒരുപാടുണ്ടെന്ന് ശ്യാമയ്ക്കറിയാലോ. പാവം, സ്വന്തം കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി അമ്മ ചെയ്യുന്ന ത്യാഗം. ഇത്രയും കാലം ശ്യാമ മുൻപെങ്ങോ ഒപ്പിട്ട ഒരു എഗ്രിമെന്റിന്റെ പേരില ശ്യാമയുടെ സമ്പത്ത് ഞാൻ നിയന്ത്രിച്ചിരുന്നത്. ഇതിപ്പോ മകള് ജീവിച്ചിരിപ്പുണ്ട്. അവൾക്ക് പ്രായപൂർത്തിയായി. മാലിനി, എനിക്ക് ഇനി സ്വത്ത് കൈകാര്യം ചെയ്യണമെങ്കിൽ രാധിക ഒപ്പിട്ട് തരണം. അതെങ്ങനെയാ മാഡത്തിന് ഒപ്പിട്ട് തരുന്നത്? ഒറ്റയടിക്ക് നോക്കുമ്പോ ഒരിക്കലും നടക്കില്ലാന്ന് തോന്നും. പക്ഷേ നടത്തിയെടുക്കുന്നിടത്തല്ലേ നമ്മുടെ മിടുക്ക്. വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത്? ആദ്യം അതിന്റെ മനസ്സിലൊന്ന് ഉറയ്ക്കട്ടെ. അതിനുശേഷം ഞാനത് മാലിനിയോട് പറയാം. കൈവിട്ട് കളയാൻ പറ്റില്ലല്ലോ മാലിനി. ചെറിയൊരു അശ്രദ്ധ മതി ഉള്ളതൊക്കെ കളയാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.